ദത്താത്രേയ ഹൊസബളയെ മാത്രമല്ല RSS നേതാവ് രാം മാധവിനെയും ADGP MR രാജ്കുമാർ കണ്ടിരുന്നു എന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കോവളത്തെ ഹോട്ടലിലായിരുന്നു കൂടിക്കാഴ്ച. പ്രധാനപ്പെട്ട മറ്റൊരു വിവരം കൂടിയാണിത്. 2 തവണ കൂടിക്കാഴ്ച നടത്തിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. റിനു ശ്രീധരൻ നൽകും വിവരങ്ങൾ. റിനു, തൃശൂരിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് ഇത്ര സമയം ചർച്ച ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ കോവളത്ത് വെച്ച് രാം മാധവുമായും MR രാജ്കുമാർ കൂടിക്കാഴ്ച നടത്തിയെന്ന നിർണായകമായ വിവരമാണ് പുറത്തുവരുന്നത്. LDF-ൽ പൊട്ടിത്തെറിയുണ്ട്, CPIക്ക് അതൃപ്തിയുണ്ട്. അതിനിടയിലാണ് രാം മാധവുമായും കൂടിക്കാഴ്ച നടത്തിയെന്ന സ്ഥിരീകരണം വരുന്നത്. തീർച്ചയായും വിനീത, ഇന്ന് രാവിലെ തന്നെ നമ്മൾ കൃത്യമായി തന്നെ ആ വാർത്ത നൽകിയതാണ്. RSS നേതാവുമായി ADGP MR രാജ്കുമാർ കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത്. അത് തൃശ്ശൂർ പൂരത്തിനെ അടക്കം, അതായത് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു അട്ടിമറിയിലേക്ക് നയിച്ചു എന്നതടക്കമുള്ള ചർച്ച നിലവിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. ഇതിനിടെയാണ് മറ്റൊരു BJP നേതാവുമായി ഇദ്ദേഹം കൂടിക്കാഴ്ച നടത്തി, MR രാജ്കുമാർ കൂടിക്കാഴ്ച നടത്തി എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നത്. BJPയുടെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള രാം മാധവിനെയും കണ്ടു എന്നുള്ളതാണ്. കൂടിക്കാഴ്ച നടത്തി അത് ഒരു തവണയല്ല, 2 തവണയാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. 2022-ലും അതിനുശേഷവും രണ്ടാമത് കൂടിക്കാഴ്ച നടന്ന ദിവസം അല്ലെങ്കിൽ ആ വർഷം നമുക്ക് കൃത്യമായി വ്യക്തമാകുന്നില്ല. 2022-ലായിരുന്നു ആദ്യ കൂടിക്കാഴ്ച. ഇത് തിരുവനന്തപുരത്തെ ആ ഒരു ഹോട്ടലിൽ വെച്ച്, കോവളത്തെ ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും കൂടുതൽ നേതാക്കളുമായി MR രാജ്കുമാർ ADGP കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം വരുമ്പോൾ സംസ്ഥാന സർക്കാരിനെ തന്നെ അതൊരു പ്രതിരോധത്തിലേക്ക് നയിക്കുന്നുണ്ട്. കാരണം BJPയുടെ നയങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ RSSനെതിരെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ആ ഒരു സർക്കാരാണ് നിലവിൽ സംസ്ഥാനം ഭരിക്കുന്നത്. ആ സംസ്ഥാനത്തെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, IPS ഉദ്യോഗസ്ഥൻ RSS BJP നേതാക്കളുമായി ഇത്തരം കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളത്, രഹസ്യ നീക്കം നടത്തി എന്നുള്ളത് പുറത്തു വരുമ്പോൾ അത് വലിയ രീതിയിൽ CPMനെ തന്നെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഈ ADGPയുടെ ഈ 2 സന്ദർശനങ്ങളും സമാന സാഹചര്യത്തിൽ അതേ വർഷത്തിൽ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ DGPക്കും റിപ്പോർട്ടായി നൽകിയിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവിയും അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ടുകൾ നൽകി എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ഇത്തരമൊരു നടപടി അല്ലെങ്കിൽ പരിശോധന, അന്വേഷണം നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ അത്തരമൊരു അന്വേഷണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൂടിക്കാഴ്ച നടന്നത് എന്നതടക്കം DGPയുടെ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് സംഘം, 5-അംഗ സംഘം അന്വേഷിക്കുമെന്നുള്ള ഒരു കാര്യവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നത് ADGP BJP നേതാക്കളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ കൂടിക്കാഴ്ച തന്നെയായിരിക്കും വിനീത. സമാധാന ചുമതലയുള്ള ADGP-ആയി തുടരുകയാണ് റിനു. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. കാരണം ആദ്യം PV അൻവർ MLA-യുടെ ആരോപണമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് വന്നത്. പിന്നീട് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുകയും ചെയ്തു. എന്നാൽ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ തന്നെ ഇത് വ്യക്തമാക്കുകയാണ്. ദത്താത്രേയ ഹൊസബളയുമായി കൂടിക്കാഴ്ച നടത്തി, രാം മാധവുമായി 2 തവണ കൂടിക്കാഴ്ച നടത്തി. എന്നിട്ടും ADGP-ക്കെതിരെ യാതൊരു നടപടിയുമില്ല. CPI ഉൾപ്പെടെയുള്ള LDF-ലെ തന്നെ ഘടകകക്ഷികൾക്ക് വലിയ എതിർപ്പുണ്ട്. അവർ അത് പരസ്യമാക്കിയിരിക്കുകയാണ്. എന്നിട്ടും മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. ആഭ്യന്തര വകുപ്പ് ഒരു നടപടിയും എടുക്കുന്നില്ല ADGP-ക്കെതിരെ. തീർച്ചയായും, അതായത് CPM-നകത്ത് അല്ലെങ്കിൽ LDF-നകത്ത് വലിയ രീതിയിലുള്ളൊരു പ്രതിരോധം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ADGP-ക്കെതിരെ ഏതെങ്കിലും ഒരു നടപടി എടുക്കാതെ നിവർത്തിയില്ല മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും. അതുകൊണ്ട് തന്നെ അത്തരം ഒരു നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. PV അൻവർ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ പോലും ADGP-ക്കെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റുന്ന സാഹചര്യത്തിൽ പോലും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് പോലും സംസ്ഥാന സർക്കാർ കടന്നിട്ടില്ല. പക്ഷേ വീണ്ടും ആ ഒരു ആരോപണത്തെ ബലപ്പെടുത്തുന്ന മറ്റ് പല ആരോപണങ്ങളും ഉയർന്നു വരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് തന്നെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമൊക്കെ തന്നെ DGP-ക്ക് അടക്കം ലഭിച്ചിരുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു. എന്നിട്ടും മൗനം പാലിച്ചു മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും എന്നുള്ളതടക്കം വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ADGP-യെ ആ ചുമതലയിൽ നിന്നെങ്കിലും മാറ്റേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കും സർക്കാർ എന്നാണ് നമുക്ക്